പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലേ? കടൽ തീരത്ത് ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലം. ഞാൻ ഫ്രാൻസിസ് സേവ്യറെ പറ്റി പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയുടെ മുകളിലാണ് ഈ ഭംഗിയുള്ള കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാം. വളരെ ഭംഗിയുള്ള പ്ലസന്റായിട്ടുള്ളൊരു സ്ഥലമാണിത്. ശരി, ഇന്ന് നിങ്ങളോട് പങ്കിടുവാനായി ദൈവം ഒരു വാക്യം നൽകിയിരിക്കുന്നു. ഏതാണ് വാക്യമെന്ന് ചിന്തിക്കുകയാണോ? വേദപുസ്തകത്തിൽ സദൃശവാക്യം 26 അധ്യായം 2 വാക്യത്തിൽ, കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ശാപം. പലർക്കുമുള്ള വിഷമം എന്താണെന്നാൽ, ഇവരെന്നെ ശപിച്ചിരിക്കുന്നു, എന്റെ അമ്മായിയമ്മ, എന്റെ മരുമകൾ, എന്റെ മാതാപിതാക്കൾ എന്നെ ശപിച്ചിരിക്കുന്നു, നീ അങ്ങനെയാകും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിൽ ഒരു കലക്കം. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, വസിക്കുന്ന സ്ഥലത്ത്, അടുത്ത വീട്ടിലുള്ളവർ, എതിർ വീട്ടിലുള്ളവർ, ആരോ ഒരാൾ ശാപം തന്നിരിക്കുന്നു. അത്ര തന്നെ ഇന്ന് പലരും ഭയപ്പെടുന്നു. എന്നാൽ വേദവാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? എന്നാൽ ദൈവം പറയുന്നു, കാരണം കൂടാതെ ശാപം പറ്റുകയില്ല, ബലിക്കില്ല. അത് നിങ്ങളെ ബാധിക്കുകയില്ല. വെറുതെ ഓരോരുത്തരും നിങ്ങളെ ശപിച്ചാൽ അത് ബലിക്കുമോ? ഇല്ല. നിങ്ങൾ കാരണം ആരെങ്കിലും ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിന് മുറിവേൽക്കപ്പെട്ട് ഒരു വിധവയോ ഒരു അബലയോ ഒരു പാവപ്പെട്ടവളോ നിങ്ങൾ അവരെക്കുറിച്ച് തരം താഴ്ത്തി സംസാരിച്ച് അതവരെ വേദനിപ്പിച്ച് അവർ ശപിച്ചാൽ അത് ബലിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വിധവകളെയും അച്ഛനില്ലാത്ത കുട്ടികളെയും പാവപ്പെട്ടവർ, ഇവരെയൊന്നും നിങ്ങൾ കളിയാക്കി വേദനിപ്പിക്കാൻ പാടില്ല. അവരുടെ മനസ്സ് വേദനിച്ചാലേ അത് ശാപമായി തീരുന്നതാണ്. അതിനാൽ നാം വസിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധ പാലിക്കണം. ആരെയും വേദനിപ്പിക്കുന്ന വിധത്തിൽ നാം പെരുമാറാൻ പാടില്ല. മനസ്സിലായോ? അതിനാൽ നമ്മൾ ആരെയും വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്താൽ അവരുടെ ശാപം നമുക്ക് ബലിക്കും. വേറൊരു വിധത്തിൽ, നമ്മുടെ മേലുള്ള അസൂയ കാരണം നമ്മെ ശപിക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ആ ശാപങ്ങൾ ഒന്നും ചെയ്യില്ല, ബലിക്കുകയില്ല. അതേസമയം നാം എന്തോ തെറ്റ് ചെയ്ത് ശാപം നൽകിയിട്ടുണ്ടെങ്കിലും കാരണവന്മാരുടെ പാപം കാരണം ശാപമുണ്ടായിട്ടുണ്ട്. അതിനാൽ കുടുംബത്തിലുള്ളവർ ഞങ്ങളെ ശപിച്ചിട്ടുണ്ട്. ആ ശാപം പിന്തുടർന്ന് വന്നാലും കൂടി ഗലാത്യർ 3:13 വേദവാക്യം പറയുന്നു, യേശു നമുക്ക് വേണ്ടി കുരിശിൽ ശാപമായി. അവൻ കുരിശിൽ നമ്മുടെ പാപത്തെയും രോഗത്തെയും മാത്രമല്ല ചുമന്നത്, നമ്മുടെ ശാപത്തെയും ചുമന്നിരിക്കുന്നു. നമുക്ക് വിരോധമായി ഏത് തരത്തിലുള്ള ശാപമാണെങ്കിലും, മനുഷ്യരെ കൊണ്ടുണ്ടായ ശാപം, അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്താൽ ചില ശാപം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപം കാരണമുണ്ടായിരിക്കാം. ആ ശാപം എന്തുകൊണ്ടുണ്ടായ ശാപമായിരുന്നാലും ഏതൊരു ശാപത്തെയും മാറ്റാനുള്ള ശക്തി യേശുവിന്റെ രക്തത്തിനുണ്ട്. കാരണം അവൻ കുരിശിൽ നമുക്ക് വേണ്ടി ശാപമായി. തലയിൽ മുൾമുടി ചൂടപ്പെട്ടുവല്ലോ, ആ മുള്ളുകൾ ശാപത്തെ കുറിക്കുന്നു. മനുഷ്യരുടെ ശാപം തന്റെ മേൽ വരട്ടെ എന്ന് യേശു നമ്മുടെ ശാപത്തെ ഏറ്റെടുത്ത് കുരിശിൽ ശാപമായി. അതുകൊണ്ടാണ്, യേശുവേ എനിക്ക് വേണ്ടി കുരിശിൽ ശാപമായല്ലോ, ഈ ശാപത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വിമോചനമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച ഉടനെ ശാപക്കെട്ടുകൾ മുറിഞ്ഞു പോകും. അതിനുശേഷം ആ ശാപം അനുഗ്രഹമായി മാറും. അതാണ് യേശുവിന്റെ കുരിശിൽ നമുക്ക് ലഭിക്കുന്ന വേറൊരു വലിയ അനുഗ്രഹം. അതുകൊണ്ട് ആരോ ശപിച്ചുവെന്ന് തളരരുത്, ഭയപ്പെടുകയും അരുത്. കാരണമില്ലാതെ എത്ര പേർ ശപിച്ചാലും അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. യഥാർത്ഥത്തിൽ ശാപം ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് വരൂ, കുരിശിനെ നോക്കി പ്രാർത്ഥിക്കൂ, ശാപം അനുഗ്രഹമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, കാരണമില്ലാതെ ശപിച്ച ശാപം നിലനിൽക്കുകയെന്ന് പറഞ്ഞുവല്ലോ. കാരണമില്ലാതെ എന്നെ ശപിച്ചവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശാപം എന്നെ ബാധിക്കില്ല, എന്റെ അടുത്ത് വരില്ല. അങ്ങേക്ക് സ്തോത്രം. എന്റെ കുടുംബത്തിലും ജീവിതത്തിലും തലമുറകളായി വരുന്ന ശാപം, അല്ലെങ്കിൽ എന്റെ ലംഘനങ്ങളാൽ ഉണ്ടായ ശാപത്തെ കുരിശിൽ ചുമന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ശാപങ്ങൾ മാറട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.